കേരളത്തിൽ മൂന്നാം മുന്നണിക്ക് സാധ്യതയേറെയെന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. സംവരണ സംവിധാനം നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ബിജെപിക്ക് വേണ്ടി പ്രചാരണം നടത്തണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടതായാണ് സൂചന. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിശദീകരണം. എന്നാൽ കേരളത്തിൽ മൂന്നാം മുന്നണിക്കുള്ള സാധ്യതയുണ്ടെന്ന പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശ്രദ്ധേയമായി. മൂന്നാം മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാനും വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായില്ല. ഇടതും വലതും പരസ്പരം മത്സരിച്ച് ന്യൂനപക്ഷങ്ങളെ മാത്രം അവർ മത്സരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം ഇത് രണ്ടിലും വിശ്വാസമില്ലാതെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്നൊരു മൂന്നാം മുന്നണി എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാൽ അതിനെ ഇഷ്ടപ്പെടാനും അതിലേക്ക് ആളുകൾ ചേക്കലേറാനും വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ രാഷ്ട്രീയപരമായ ക്ഷണം ലഭിച്ചാൽ SNDP യോഗം അത് ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കി. ഈ ജന്മം ഒരു പാർലമെന്ററി മോഹമില്ലാത്തവനാണ് ഞാനെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഓരോരുത്തരും അവരുടെ ആഗ്രഹവും താല്പര്യമൊക്കെ പറയുമായിരിക്കും. അത് ഞാൻ കൂടെ അത് കേൾക്കുകയും അംഗീകരിക്കുകയും വേണ്ടേ? NDAയുടെ ഞാനൊരു ഇവിടുത്തെ കേരളത്തിലെ നല്ല പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഞാൻ നിന്ന് മത്സരിക്കില്ല. SNDP മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പ്രധാനമന്ത്രി അംഗീകരിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിലവിലുള്ള സംവരണ സംവിധാനം തുടരുമെന്നും അതിന് ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറയുകയും ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് 2 തവണ BJP അധ്യക്ഷൻ അമിത്ഷായുമായി വെള്ളാപ്പള്ളി നടേശൻ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബോർഡ് കോർപ്പറേഷനുകളിൽ പ്രാതിനിധ്യം വേണമെന്ന SNDPയുടെ ആവശ്യം BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കണമെന്ന BJP നേതൃത്വത്തിന്റെ ആവശ്യം വെള്ളാപ്പള്ളി നടേശനും അംഗീകരിച്ചതായാണ് സൂചന. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമാകും SNDP പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക. PG പ്രബോധ്, റിപ്പോർട്ടർ, ദില്ലി.